ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എവിടെ സാറാണ്? യെസ്, എക്സാമിനേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ആണ് അടുത്ത വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഹ്യൂജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ല. മക്കൾക്കറിയാം, നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലൈവിലായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാരത്തോൺ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫ്യൂ ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പല മക്കൾക്കും ഡൗട്ട് ഉണ്ടാവും, +1 എക്സാം അല്ലേ, അത് മോഡൽ എക്സാം അല്ലേ, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ സാറ് എന്നൊക്കെ പല മക്കളും ചോദിക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യാതാൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ആനുവൽ എക്സാമിനേഷൻ വരുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ ഇനി വരുന്ന ക്ലാസ്സസിലേക്കൊക്കെ നമുക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ബെറ്ററായി മാറും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ ഇതൊക്കെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ തന്നെ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കാരണം നിങ്ങൾ പല എക്സാമിനേഷനും ഇതിനു മുമ്പ് ഫേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ ഞങ്ങൾ വീണ്ടും പഠിക്കണം. ഒന്ന് പൊടി തട്ടി എടുക്കണം, ഒന്ന് നമുക്ക് പൊടി തട്ടി എടുക്കാം. എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പരിചയപ്പെടാം, ഒന്നും കൂടി പൊടി തട്ടി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് കാണുക. മാക്സിമം ഒരു 12 മിനിറ്റ്സ് അത്രേ ഉണ്ടാവുള്ളൂ ഈ ഒരു ക്ലാസ്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ക്ലാസ് കാണുക. ഓക്കെ, യെസ്. അത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെന്റ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ മക്കൾ പല പ്രാവശ്യവും കേട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ്, പല പ്രാവശ്യം കേട്ടതാണ്. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഒരു ലിവിങ് ഡോക്യുമെന്റ് എന്നൊരു കാര്യത്തിൽ മക്കൾക്ക് ഫസ്റ്റ് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളിവിടെ പറയുന്ന പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിട്ടുള്ള 1950 ജാനുവരി 26 അത് ഇഫക്റ്റീവ് ആയിട്ടുള്ള നിലവിൽ വന്നിട്ടില്ല അല്ലേ. എന്താ പറയുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1949 നവംബർ 26 തന്നെ പൂർത്തീകരിച്ചു. ജാനുവരി 26 നിലവിൽ വന്നു. ഓൾമോസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും 70+ ഇയേഴ്സ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിവിടെ 76 ഇയേഴ്സ് നമ്മൾ ഈ ഒരു ഭരണഘടന തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ആൻഡ് ഫംഗ്ഷൻ ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ 1950 നിലവിൽ വന്ന, ജാനുവരി 26 നിലവിൽ വന്ന അതേ ഭരണഘടന തന്നെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ ആ നിയമങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളും ഗവൺമെൻറ് അതിൽ പറയുന്ന ഓർഡറിലും ഒക്കെ റൺ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു നേഷൻ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. പബ്ലിക് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഓരോ ഗവൺമെൻറ് റോൾ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഓരോ എന്താ പറയുക ഓർഗൻസിൻ്റെ റോൾ എന്താണ്, പവേഴ്സ് എന്താണ്, അവരുടെ ലിമിറ്റേഷൻസ് എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുള്ള എവിടെയാണ്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എവിടെയാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭരണഘടന നമ്മൾ ഇന്നും ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, മോഡിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് അനുസരിച്ച് മോഡിഫിക്കേഷൻ, ദാറ്റ് മീൻസ് അമെൻമെൻറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന എന്താണെന്ന് നമ്മൾ പറയുന്നത്, യെസ്, ഈ പറയുന്ന ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദീസ് ഡോക്യുമെന്റ്സ് മേ റിക്വയർ മോഡിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ സോഷ്യോ ഇക്കണോമിക് ചേഞ്ച്, therefore amendments are used. By this we can say that our constitution is a living document. അപ്പോൾ ഭരണഘടന ഭേദഗതി ഉള്ളതുകൊണ്ട് തന്നെയാണ് മാറ്റങ്ങൾക്കനുസരിച്ച്, കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭരണഘടനയിലും എന്ത് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യണം. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഉള്ള നമ്മുടെ സൊസൈറ്റിക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതുകൂടാതെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിനെ, ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഐഡിയാസിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറ്റണം. അല്ലെങ്കിൽ അതിന് വാല്യൂ കുറയും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതിനനുസരിച്ച് എന്താ പറയുക, സാമ്പത്തിക മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ എന്ത് സാധ്യമാണ്, ഭേദഗതി മാറ്റങ്ങൾ സാധ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ പറയുന്നുണ്ട്, സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ പീരിയോഡിക് ചേഞ്ചസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു അമെൻമെൻറ്റിൻ്റെ നെസസിറ്റി റിയലൈസ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അമെൻമെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then there is enough flexibility in the interpretation of the constitution. These factors have made our constitution a living document rather than a closed and a static one. ഇവിടെ നമ്മൾ കാണാൻ പറ്റും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ എന്താ പറയുക, ചില ഏരിയാസ് നമുക്ക് വളരെ എളുപ്പത്തിൽ അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിലൂടെ. ചിലതിനാണ് നമുക്ക് സ്പെഷ്യൽ റാറ്റിഫിക്കേഷനും അതുപോലെ തന്നെ ഇത് പറഞ്ഞ എന്താ പറയുക സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ തന്നെ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന സൊസൈറ്റി സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസിനനുസരിച്ച് മൗൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ നമുക്ക് സാധ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത മക്കളുടെ ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ എന്താണ് അമെൻമെൻറ്റ്, വാട്ട് ഈസ് അമെൻമെൻറ്റ്? അപ്പോൾ അഡീഷൻ ഓർ ഡിലീഷൻ പ്രോസസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ റിമൂവ് ഓർ ഇൻക്ലൂഡ് എ ന്യൂ ലോ ഓർ മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് ലോസ് എന്നുള്ളതാണ്. അതായത് പുതിയ ഒരു ലോ എന്താണ് ആഡ് ഓൺ ചെയ്യുകയോ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ലോസിനെ എന്താണ്
റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ലോ നമ്മൾ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമെൻമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആർട്ടിക്കൽ 368 ആണ് അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കൽ 368 ആണ്. നമുക്ക് കാണാൻ പറ്റും ഒരു MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ, ആർട്ടിക്കൽ 368 എന്നുള്ളത്. അപ്പോൾ ഭരണഘടന നമ്മളിവിടെ പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഈ പറയുന്ന ഭേദഗതി അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള നിയമങ്ങൾ എടുത്തു കളയുകയോ റിമൂവ് ചെയ്യുകയോ പുതിയ ഒന്നിനെ കൂട്ടിച്ചേർക്കുകയോ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലോസിനെ മോഡിഫൈ ചെയ്യുകയോ നിലവിലുള്ളതിൽ മാറ്റം വരുത്തുകയോ, അതായത് അതിനെ എന്താ പറയുക കുറച്ചും കൂടി അപ്ഗ്രേഡ് ഒക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമെൻമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് ഹാവ് ദ പവർ ടു അമെൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പവർ ആർക്കാണ്, പാർലമെൻറ്റിനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനുള്ള പവർ ആർക്കാണ്, പവർ പാർലമെൻറ്റിനാണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതേസമയം തന്നെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചേഞ്ചസ് ആണ്. ദാറ്റ് മീൻസ് അത് അത്ര ഈസി അല്ല, ചേഞ്ചസ് കുറച്ച് എന്താ ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ വരുമ്പോൾ കമ്പൈൻസ് ബോത്ത് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചർ എന്താണ്, ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ. ബോത്ത് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ ആണ്. റിജിഡ് ആണോ എന്ന് ചോദിച്ചാൽ റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിൾ ആണ്. അതായത് നമ്മൾ പറയില്ല ജാവ സിമ്പിൾ ആണ്, എന്താ പറയുക, പവർഫുൾ ആണെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണ്, ബോത്ത് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ഏരിയാസ് നമുക്ക് എളുപ്പത്തിൽ ഭേദഗതി വരുത്താൻ പറ്റും. അറ്റ് ദ സെയിം ടൈം സം ഏരിയാസ് നമുക്ക് എന്താണ്, അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ലോട്ട്സ് ഓഫ് പ്രൊസീജിയേഴ്സും പ്രോസസ്സും ഉണ്ട്. അത് ബോത്തിനും ഉണ്ട് പ്രോസസ്സും പ്രൊസീജിയേഴ്സൊക്കെ. പക്ഷെ ഒന്ന് വളരെ ഈസിയുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്, സിമ്പിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ നമ്മൾ പറയുന്നത്. റിജിഡ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നുണ്ടാവും ഈ പറയുന്ന കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അതിൻ്റെ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം അല്ലേ. ബേസിക് നേച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് നേച്ചർ ആൻഡ് ഫംഗ്ഷൻ, അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കേശവാനന്ദ ഭാരതി കേസിൽ വന്നിട്ടുള്ള ഒരു വേർഡിക്റ്റ്, കോർട്ടിൻ്റെ വേർഡിക്റ്റ്. അപ്പോൾ 1973 നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേശവാനന്ദ ഭാരതി കേസ്. ഈ കേസ് നിങ്ങൾ പല പ്രാവശ്യം പഠിക്കുന്നുണ്ട്, +1 പഠിക്കാനുണ്ട്, +2 നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്തൊരു അമെൻമെൻറ്റ്സ് ആണെങ്കിലും അത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്തിട്ട്. Okay, the verdict as no amendment should violate the basic structure of the constitution. അപ്പോൾ എന്താണ് സാറേ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് മക്കളുടെ ഡൗട്ട്. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെക്യുലറിസം. സെക്യുലറിസം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ റിലീജിയൻ നമ്മൾ ഒഫീഷ്യൽ റിലീജിയനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഒരു റിലീജിയൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒന്നിനും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, താഴത്തേക്ക് കിട്ടുന്നില്ല. എല്ലാ റിലീജിയൻ പേഴ്സൺസിനും ദെയർ ഓൺ റിലീജിയൻ എന്ത് ചെയ്യാം, ബിലീവ് ചെയ്യാം, ബിലീവ് ചെയ്യാതിരിക്കാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഇതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതമില്ല, എല്ലാ മതങ്ങളും ഈക്വലിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്, എക്സിക്യൂട്ടീവിൻ്റെയോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൻ്റെയോ കൺട്രോൾ ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജുഡീഷ്യറിക്ക്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ കൃത്യമായിട്ടുള്ള വേർഡിക്ട്സ് ഡിക്ലെയർ ചെയ്യാൻ ആർക്ക് പറ്റും, ജുഡീഷ്യറിക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് പാർലമെൻ്ററി സിസ്റ്റമാണ്, നമുക്കറിയാൻ പറ്റും. റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മൾ ഇലക്ഷൻ ത്രൂ ആണ് ഇലക്ട് ചെയ്യുന്നത്, നമുക്ക് കാണാൻ പറ്റും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ, നമ്മുടെ മൗലിക അവകാശങ്ങൾ. വി ഹാവ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ, റൈറ്റ് ടു ഇക്വാലിറ്റി, right to freedom, right against exploitation, right to freedom of religion, cultural and educational right, and the final one is right to constitutional remedies. അപ്പോൾ നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട്. ആ മൗലിക അവകാശങ്ങളെ കുറിച്ച് അതൊരു ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ആണെങ്കിലും റൂൾ ഓഫ് ലോ ആണെങ്കിലും ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും ജുഡീഷ്യൽ റിവ്യൂ ആണെങ്കിലൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റും. ഇത് വയലേറ്റ് ചെയ്യാതെ ആയിരിക്കണം എന്ത് നടത്തേണ്ടത്, അമെൻമെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, അമെൻമെൻറ്റ് നടത്തുമ്പോൾ ബേസിക് സ്ട്രക്ചറിൽ ഒരു വയലേഷനും പാടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചറൊക്കെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും പഠിച്ചു പോവാം. എന്താ ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. ഫോർ വാട്ട് വി ആർ സ്റ്റഡിങ് പൊളിറ്റിക്കൽ തിയറി. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്തിനാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്തിനാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന, എസ്പെഷ്യലി നമ്മുടെ കണ്ടംപററി സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നോളജ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ സോഷ്യൽ എന്താ പറയുക, അല്ലെങ്കിൽ സോഷ്യൽ ഇൻഡിവിജ്വൽ, സൊസൈറ്റിയുടെ പാർട്ടായിട്ടുള്ള സോഷ്യൽ ബീയിങ് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത്
നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന, നമ്മുടെ പ്രിമൈസസിൽ നടക്കുന്ന, നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ നമ്മുടെ നേഷനും മറ്റ് നേഷനും തമ്മിലുള്ള റിലേഷനെ കുറിച്ച്, പല നേഷൻസ് തമ്മിൽ ഉണ്ടാകുന്ന റിലേഷനെ കുറിച്ചൊക്കെ ഒരു നോളജ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സ്റ്റേറ്റും ഗവൺമെൻറ്റിനെ കുറിച്ച്, ടു സ്റ്റഡി അബൌട്ട് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ്, ദെൻ ടു സ്റ്റഡി അബൌട്ട് ഇൻ്റർനാഷണൽ റിലേഷൻ, encourage us examine our ideas and feelings, then to polish out our opinion and arguments, then make aware about adult franchise. അപ്പോൾ നമ്മുടെ ഐഡിയാസ്, നമ്മുടെ എന്തുണ്ടാവും ഫീലിങ്സിനെ കുറിച്ചൊക്കെ എന്താ പറയുക എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കറണ്ട് ഇഷ്യൂസിനെ എങ്ങനെയാണ്, നമ്മുടെ ആശയങ്ങൾ എങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുന്നത്, അതൊരു കണക്റ്റ് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനും, അതുപോലെ നമ്മുടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ചുള്ള നോളജ് ഉണ്ടാവാനും, നമുക്ക് എപ്പോഴാണ് വോട്ട് ചെയ്യാൻ പറ്റുക, നമ്മുടെ വോട്ടിംഗ് റൈറ്റ്സ് ഡിനൈ ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ട് ഡിനൈ ചെയ്യുന്നു, ഡിനൈ ചെയ്യാൻ പാടുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നോളജ് ഉണ്ടാവാനും, നമ്മുടെ എസ്പെഷ്യലി നമ്മൾ കറണ്ട് സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള നോളജ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൂടിയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് പൊളിറ്റിക്കൽ തിയറി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ സാറേ, ഇത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻസ് ഒന്നും വരില്ല എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളൊരു 12 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട് അല്ലേ, മാരത്തോൺ ഉണ്ട്, അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്പർ ഓഫ് വീഡിയോസും കാര്യങ്ങളൊക്കെ മക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് മക്കൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടോ, അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ബിക്കോസ് ഇത് പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ്സിനെ കുറിച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി സാറിന് തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.